അസമിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ച കേസിൽ ഉയർന്ന റാങ്കിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ നുപുർ ബോറയെയും അവരുടെ സഹായിയും അറസ്റ്റ് ചെയ്തതോടെ സംസ്ഥാനം ഞെട്ടി. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്പെഷ്യൽ വിജിലൻസ് സെൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മറ്റ് സ്വകാര്യ ഇടങ്ങളിൽ നിന്നുമായി കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണവും കണ്ടെടുത്തത്. ഈ സംഭവം അസം ഭരണകൂടത്തിൽ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. നുപുർ ബോറയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ പരിശോധനയിലാണ് വിജിലൻസ് സംഘം ശരിക്കും അമ്പരന്നു പോയത്. കിടപ്പുമുറിയിലെ രഹസ്യ അറകളിൽ നിന്നും അലമാരകളിലെ പെട്ടികളിൽ നിന്നുമായി 92 ലക്ഷം രൂപയുടെ കെട്ടുകളാണ് കണ്ടെത്തിയത്. ഇതിനു പുറമെ ഏകദേശം 1 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തു. ഈ സ്വർണത്തിൽ കനത്ത സ്വർണ്ണമാലകൾ, കമ്മലുകൾ, വളകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ ആഭരണങ്ങളുടെ എല്ലാം നിർമ്മാണ രീതിയും ഗുണനിലവാരവും ഉദ്യോഗസ്ഥയുടെ സാധാരണ വരുമാനത്തിന് അപ്പുറമുള്ള ആഡംബര ജീവിതത്തിന് തെളിവ് നൽകുന്നു. പിന്നീട് ബാർപേട്ടയിലെ ഒരു വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 10 ലക്ഷം രൂപ കൂടി കണ്ടെത്തി. ഈ വീട് നുപുർ ബോറയുടെ പേരിൽ ആയിരുന്നില്ലെങ്കിലും ഇവിടെ സൂക്ഷിച്ചിരുന്ന പണം അവരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഈ പണവും ഔദ്യോഗിക വസതിയിൽ നിന്ന് ലഭിച്ച പണം ഒരുമിച്ച് കൂട്ടിയപ്പോൾ 1 കോടിയിലധികം രൂപ വരും. ഇത് വെറും തുടക്കം മാത്രമാണെന്നും കൂടുതൽ രഹസ്യ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. നുപുർ ബോറയുടെ അറസ്റ്റ് ഒറ്റപ്പെട്ട സംഭവമല്ല. അവരുടെ അടുത്ത സഹായിയായ ലഡ്മണ്ഡൽ സുരാജ് ദഗിയുടെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി. ദഗിയുടെ വസതിയിൽ നിന്ന് നുപുർ ബോറയുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും കണ്ടെടുത്തു.